കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഇന്നുമില്ല. നാളെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേർന്ന ശേഷമായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം. കേരള നേതാക്കൾ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി എംപിമാർ മത്സരിക്കുന്നതിൽ അന്തിമ തീരുമാനമായില്ലെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. നേരത്തെ 24 മണിക്കൂർ പ്രഖ്യാപിച്ചതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. BJP അടക്കം പട്ടിക വന്നു. വൈകുന്നത് ഒരു തിരിച്ചടിയാവില്ലേ? ഡി ധനസുമോദ് വിവരങ്ങൾ നൽകാനായി ചേർന്നു. ധനസുമോദ്, 24 മണിക്കൂറിനുള്ളിൽ പട്ടിക പ്രഖ്യാപിക്കും എന്നായിരുന്നു കോൺഗ്രസ് പറഞ്ഞിരുന്നത്. ഇന്നലെയും അതേ വാദം ആവർത്തിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നും ഒരു ധാരണയിലെത്താൻ സാധിച്ചിട്ടില്ല എന്നാണോ? അനിഷ പവാർ, ഇന്ന് പട്ടിക ഉണ്ടാവില്ല എന്നുള്ള മീഡിയ വൺ വാർത്തയാണ് ഇപ്പോൾ ഇവിടെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. തങ്ങൾക്ക് തിരക്കില്ല എന്നാണ് ഇപ്പോൾ സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇതിൽ പ്രധാനമായും ഇവർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് വടക്കൻ ജില്ലകളിൽ നിന്നുള്ള ചർച്ചയാണ് വരുന്നത്. ആദ്യം കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് പ്രധാനമായും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് എത്തിക്കഴിഞ്ഞപ്പോൾ പാലക്കാട് ഇപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത്. കാരണം PK ശശി മത്സരിക്കുമോ, അവർക്ക് പിന്തുണ കൊടുക്കുമോ, അല്ലെങ്കിൽ മലമ്പുഴയിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി, സുരേഷ് സ്ഥാനാർത്ഥിയായി വരുമോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങളുണ്ട്. കാര്യം എപ്പോഴും UDF ഒരു സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ അത് ജാതി മത സമുദായ സമവാക്യങ്ങൾ കൃത്യമാക്കി ആയിട്ട് വേണം അവർക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ ഏതെങ്കിലും ഒരു മണ്ഡലം തെറ്റിപ്പോയാൽ തന്നെ മൊത്തം മണ്ഡലം ഒരു അഴിച്ചു പണിയേണ്ട അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സമുദായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജാതിമത സമവാക്യങ്ങൾ തെറ്റിക്കാത്ത തരത്തിലുള്ള ഒരു പട്ടിക പുറത്തു വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതനുസരിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇത് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള മറ്റൊരു കാര്യം, ചെറുപ്പക്കാർക്ക് ഇത്തവണ സീറ്റ് കുറവായിരിക്കും എന്ന് തന്നെയാണ്. കഴിഞ്ഞ തവണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമിതിയിൽ നിന്നും 12 പേരാണ്, ജില്ലാ പ്രസിഡന്റുമാരടക്കം 12 പേരാണ് മത്സരിച്ചെങ്കിൽ ഇത്തവണ ഒരു 4 പേരുടെ പേര് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. പല സ്ഥലങ്ങളിലും ഒറ്റ പേരിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും വിശദമായ ചർച്ച ചെയ്തതിനു ശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം നാളെ 10:30 ചേരുകയാണ്. ഇന്ന് മധുസൂദന മിസ്ത്രി ഉണ്ടായിരുന്നില്ല. മധുസൂദന മിസ്ത്രി സ്പെഷ്യൽ ഫ്ലൈറ്റിൽ നാളെ എത്തിയതിനു ശേഷം ചർച്ച തുടരുകയും ഇതുകൂടാതെ നാളെ എത്തുന്ന K സുധാകരനും മല്ലികാർജ്ജുന ഖാർഗെയുമായി സംസാരിക്കാമെന്ന കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകില്ല എന്ന് സ്ഥിരീകരിക്കുന്നു. ഡി ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.